വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. എന്തുവാ വിശ്വസിക്കേണ്ടേ? രക്ഷകൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി എന്റെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് അവൻ മരിച്ചു. അപ്പൊ യേശുക്രിസ്തു എനിക്ക് പകരക്കാരനായിട്ട് മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. അപ്പോഴാ സ്നേഹത്തെ നമ്മൾ റിസീവ് ചെയ്യുക. കാരണം ഇതുപോലെ എനിക്ക് വേണ്ടി ആരാ മരിച്ചിട്ടുള്ള? ആരെങ്കിലും മരിക്കുമോ? അമ്മാമ്മ ഇദ്ദേഹത്തിന് വേണ്ടി മരിക്കുമോ? തിരിച്ചു മരിക്കുമോ? ഒരിക്കലും മരിക്കാൻ സാധ്യമല്ല. എത്ര സ്നേഹമാണെങ്കിലും ശരി. പക്ഷേ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ അവന്റെ സ്നേഹം ഞാൻ അംഗീകരിക്കുക. അപ്പം സുവിശേഷം കേട്ടിട്ടാ വിശ്വസിക്കുന്നത്, കേൾക്കാതെ അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു മരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടി. നമുക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി. എനിക്ക് വേണ്ടി അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ അറിയുന്നത്. കാരണം യേശുക്രിസ്തു കഷ്ടം സഹിച്ചത് മുഴുവൻ ആർക്ക് വേണ്ടി? അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. പൗലോസ് അത് പഠിപ്പിച്ചത്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു. പൗലോസ് പറഞ്ഞു, കർത്താവ് മരിച്ചതും കഷ്ടമേറ്റതും എന്നെ ഓർത്താം. അപ്പൊ താൻ ഇങ്ങനെ ക്രൂസിൽ കിടക്കുമ്പോൾ കർത്താവ് ഓർത്ത വ്യക്തി ആരാ? പൗലോസ് പറഞ്ഞ് എന്നെ ഓർത്തെന്ന്. വിജയനായി ഞാൻ പറഞ്ഞു എന്നെ ഓർത്തെന്ന്. അച്ഛൻ എന്താ പറയണ്ടേ? എന്നെ ഓർത്ത. അമ്മമ്മ എന്താ പറയണം? ക്രിസ്തു ക്രൂസിൽ കിടക്കുമ്പോൾ ആ ക്രിസ്തു ഓർത്ത വ്യക്തി ആരാ? അമ്മമ്മ ഓർത്ത്, ശശി പറഞ്ഞ ഓർത്ത്. ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ സ്വർഗം വിട്ട് അവൻ ഇറങ്ങി വന്ന് സകല കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ എന്നെ ഹൃദയത്തിൽ ധ്യാനിച്ച്, അല്ലെങ്കിൽ ഇതല്ല ഞാൻ അനുഭവിക്കണ്ടേ? ഈ കഷ്ടം മുഴുവൻ അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കണം. പാപത്തിന്റെ ശമ്പളം മരണം. അപ്പൊ ഈ പാപത്തിന്റെ എല്ലാ ശിക്ഷ ഞാൻ ഏക്കേണ്ടതാ. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ഏക്കണ്ട, ആ പാപം ഞാൻ ഇങ്ങേറ്റു. അപ്പം എന്റെ പാപം ഏറ്റാല് ഇപ്പൊ ഞാൻ കേട്ടാ, ഈ സഹോദരന് ഈ വീട്ടിൽ നിന്ന് 10,000 രൂപ മൂട്ടിച്ചുകൊണ്ടുപോയി. അപ്പൊ തീർച്ചയായിട്ടും പോലീസ് പിടിക്കുമല്ലോ. അപ്പൊ എന്താണ്, എനിക്ക് അദ്ദേഹത്തോട് കരുണ തോന്നിയിട്ട് ഞാൻ ചെന്ന പോലീസുകാരോട് പറഞ്ഞു, ഇന്ന എടുത്തത് പൈസ ഞാൻ ഇങ്ങനെ എടുത്തേ, അദ്ദേഹം അല്ല എടുത്ത, ഞാൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവല്ല. ഇപ്പൊ എനിക്കെതിരായില്ലേ? അപ്പൊ ഇനി ജയിലിൽ കിടക്കേണ്ട ആരാ? ഞാനാ കിടക്കേണ്ട. ആരോടുള്ള സ്നേഹത്തിൽ? മനസ്സിലല്ലേ? അപ്പൊ ഈ വ്യക്തിയോടുള്ള സ്നേഹത്തിൽ ഇദ്ദേഹം ചെയ്ത കുറ്റം ഞാൻ അങ്ങേറ്റു. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അടി കിട്ടേണ്ടിയ ആടി ഞാനങ്ങ് മേടിച്ചു. ഏതൊരു സ്നേഹമല്ലേ? സ്നേഹത്തിന് വേണ്ടി പ്രാണനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായിരിക്കും സ്നേഹിതനാരാ? യേശുക്രിസ്തു.